Hi friends, ഞാൻ പറഞ്ഞ മാതിരി ഹൗ ടു സ്റ്റാർട്ട് ഡ്രോയിങ് എപ്പിസോഡ് 1. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡ്രോ വാട്ട് എവർ തിങ്സ് ദാറ്റ് കെയിം ടു യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അത് പേപ്പർക്ക് പകർത്തുക. ഫസ്റ്റ് നിങ്ങൾ ഡ്രോയിങ് ചെയ്യാൻ ചിന്തിക്കേണ്ടത് കോൺഫിഡൻറ്റ് വേണം. ഞാൻ ഡ്രോയിങ് ചെയ്യാൻ പോവുകയാണ്. ബൈ ദ വൈ, വെൽക്കം ടു അവർ ചാനൽ ഫെക്സോ ആർട്ട്. സോ നമുക്കിവിടെ കുറച്ച് റാൻഡം തിങ്സ് വരയ്ക്കാം. ലൈക്ക് ഗോസ്റ്റ്, ഹാപ്പി ഗോസ്റ്റ് ഓർ എ സാഡ് ഗോസ്റ്റ്. അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അത് പേപ്പറിൽ പകർത്തുക. അത്ര മാത്രം ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്തെടുക്കുക. ഞാൻ വരയ്ക്കാൻ പോവാണ്, എന്നെക്കൊണ്ട് പറ്റും. അല്ലാണ്ട് വലിയ ഡ്രോയിങ്സ് ഒന്നും കണ്ട് ഇതൊക്കെ എങ്ങനെയാവും അങ്ങനെയൊന്നും ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കൊണ്ടും പറ്റും. എൻ്റെ ഡ്രോയിങ്സും പെർഫെക്റ്റ് ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയിരിക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടുള്ളതെങ്കിൽ കാണുക. എൻ്റെ ഡ്രോയിങ്സ് ഞാൻ അതിൽ ഇതാക്കുന്നുണ്ട്. ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കുറച്ച് പിക്ചേഴ്സേ ഉള്ളൂ. ഞാൻ വല്ലാണ്ട് വരച്ചിട്ടില്ല, കുറച്ചൊക്കെ തന്നെ വരച്ചിട്ടുള്ളൂ. സോ റാൻഡം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ്, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ നിങ്ങളൊരു ഡോട്ട് വരയ്ക്കുക. പിന്നെ ആ ഡോട്ടിൽ കൂടെ ലൈൻസ് പാസ് ചെയ്യുക. ആ ഡോട്ടിൻ്റെ അപ്പുറത്ത് പോരുത്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഒരു ഡോട്ടിൽ ഒരു ലൈന് അതിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്യുക. എൻ്റെ പെർഫെക്റ്റ് അല്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കണം. ഇത് ഞാൻ വേറൊരു യൂട്യൂബറിൻ്റെ ഇത് കണ്ട സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഇതാണ്. ഇങ്ങനത്തെ കുറേ ഇതുണ്ട്. ഒരു ഇംഗ്ലീഷ് യൂട്യൂബറാണ്, അടിപൊളി. Practice until you master it. Now the next step. അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, രണ്ട് ഡോട്ടിൽ എന്നിട്ട് രണ്ട് ഡോട്ടും ടച്ച് ചെയ്ത് അതിൽ കൂടെ വരച്ചിട്ട് പോവുക. അത് എനിക്കും കിട്ടണമെന്നില്ല, ഞാൻ എങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. സോ ഇത് നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നവരെ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് സെക്കൻഡ് വൺ. Now the third one എന്താ വെച്ചാൽ ജസ്റ്റ് ഡ്രോ റാൻഡം ലൈൻസ്. അങ്ങനെ ചെറിയൊരു ഡിസ്റ്റൻസിൽ റാൻഡം ലൈൻസ് ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. ഇത് പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ കറക്റ്റ് നിങ്ങൾക്ക് വരക്കാൻ പറ്റും. ഓരോരോ ലൈനിൻ്റെ ഇടയിലും പിന്നെ അപ്പോൾ 1 മില്ലിമീറ്റർ ഇടയിൽ വരുന്നെങ്കിൽ അതന്നെ എല്ലാ ലൈനിൻ്റെ ഇടയിലും വരുന്ന മാതിരി. പിന്നെ അടുത്തതാണ് ഇങ്ങനെ ജസ്റ്റ് ഹാഫ് സർക്കിൾസിൻ്റെ പകുതി ഇങ്ങനെ. ഇത് നമ്മൾ ഹെയർ ഡ്രോ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ഇത് വരച്ചുകൊണ്ടിരിക്കുക. പിന്നെ തേർഡ് ഒന്നാണ് ജസ്റ്റ് സർക്കിൾസ് ഡ്രോ ചെയ്യുക. പിന്നെ ജസ്റ്റ് സർക്കിൾസ് പറഞ്ഞാൽ ഫേസ് വരയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ ഫോർത്ത് ഒന്ന് ലൈൻസ് തമ്മിലൊരു റിവർ ഫ്ലോയിലൊക്കെ രീതിയിൽ. പിന്നെ അടുത്തത് ഇങ്ങനെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ വരച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ഇതൊക്കെ നിങ്ങൾ മാസ്റ്റർ ചെയ്യണം. പിന്നെ ഇങ്ങനെ ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പത്തിൽ ഒരു കഥാപുസ്തകമാണ്, ഒരു എനിക്ക്
വഴി വരച്ചെടുക്കണമെന്നില്ല. അത് സോ എന്നിട്ട് ഇത്രമാത്രം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന ഇതൊക്കെ മാസ്റ്റർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഇങ്ങനത്തെ ഡ്രോയിങ്സൊക്കെ പഠിക്കാൻ അടുത്ത വീഡിയോസുമായി വരാം. ബൈ ബൈ.